ഞാൻ ചോറിക്കലായി ഇതാ. അപ്പം ഇതാണ് അമ്മ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട്. ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം. ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാ നല്ല കുരുമുളകെല്ലാം ഇട്ട് വെച്ച മീൻകറി ഉണ്ട് കേട്ടോ എൻ്റെ പേരെ കഴിക്കാനായിട്ട്. ലേഗൂസേ പഴു അവലെല്ലാം ആയിട്ട് എങ്ങോട്ടാന്നിടൂ? ഇത് ചെറിയ ചാറിലൊക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഇന്നെന്നാ പരിപാടി? കാരപ്പത്തിന്റെ പരിപാടി. ഇന്ന് കാരപ്പത്തിന് ഓർഡർ ഉണ്ട്. അപ്പൊ രാവിലെ ഞാൻ എല്ലാം അരച്ച് കടച്ചക്കാലത്ത് നല്ല അരച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഇപ്പൊ ചൂടാനാ 1 മണിയാകുമ്പോൾ ചൂടണം, 3 മണിക്ക് കൊടുക്കണ്ടേന്ന്. അപ്പൊ ഇതെല്ലാം ഒരു പൊടിക്കണം. അതാ ഏലക്കായി, സവല്, ചുക്ക്, ഇതെല്ലാം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം അല്ലേ? ജീരകവും. അമ്മേന്റെ കാരപ്പത്തിന്റെ രുചിക്കൂട്ട് ഇതാണ് കേട്ടാ. പിന്നെ ചെറിയ പഴം കിട്ടിയിട്ടാ ഇതും കൂടെ അതിലടിച്ചിട്ട് ഒന്ന് മതിയാ ചേർക്കാം. ഇത് മതി. കൊറേ ഒരു പേര് മറന്നുപോയതാ, ജോൽസ്നെ പേര് മറന്നുപോയി. 500 കാരപ്പത്തിന്റെ റെസിപ്പി കാണിക്കൂന്ന് 500 പേരല്ല 500 കാരപ്പം നമുക്ക് അതിൻ്റെ ഇപ്പൊ ഓർഡർ വന്നിട്ടേ ഇല്ല. എപ്പൊ 200 150 അങ്ങനെയല്ല. ഇപ്പൊ നാളെ കൊടുക്കേണ്ടത്ര 100 അങ്ങനെയാണ് 150 അങ്ങനെയല്ലാന്ന് വരുന്നില്ല. അപ്പൊ നമ്മ അതിന്റെ കൂട്ട് അതിന്റെ റെസിപ്പി പറഞ്ഞുതരാം. എന്നുവെച്ചാൽ 4 അരി എടുക്കേണ്ടി വരും. 4 തേച്ചും വേണ്ടെങ്കിലും 4 വേണം എന്തായാലും. പച്ചരി കഴുകി വെള്ളം ഊറ്റിയിട്ട് തരിതരിങ്ങനായിട്ട് പൊടിച്ചെടുക്കുക. അതെ, മില്ലിന്ന് പൊടിച്ചെടുക്കുക. 4 തന്നെ വെല്ലവും കൂട്ടണം. അതെ, ഞാൻ ഇപ്പൊ ഈ കടച്ചക്കാരൻ തന്നെ അരക്കലാന്ന്. അപ്പൊ എല്ലാവർക്കും ഒന്നും അതൊന്നും ആവുകയും ചെയ്യില്ല. അപ്പൊ മില്ലിന്ന് പൊടിക്കുന്നുണ്ടെങ്കിൽ അത് തരിയായിട്ട് തന്നെ പൊടിക്കണം, പുട്ടിന് പൊടിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം പിന്നെ കാരപ്പത്തിന് തന്നെ മില്ലിന്ന് പൊടിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അവർ പൊടിച്ചു തരും. എന്താ പൊടി മാവിൻ്റെ ഇടുന്നേക്കും. അപ്പം അങ്ങനെ പിന്നെ 4 വെല്ലം തന്നെ കൂട്ടണം, അന്നേരം മധുരം ഉണ്ടാവുള്ളൂ. നമുക്ക് അങ്ങനെ ആക്കാനാവില്ല. എന്താ വെച്ചാല് കുറച്ച് അധികം ഉണ്ടായാലും പ്രശ്നമില്ല. കുറഞ്ഞു പോയാൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെ കൊടുക്കാനുള്ളവർക്കും. അപ്പം 4 ആക്കിയാൽ കുറച്ചധികം ഉണ്ടാവും. അതിൽ ഒരു 1.5 കിലോൻ്റെ അടുത്ത് മൈദ കൂട്ടണം. 2 കിലോ തന്നെ 4 കിലോ പച്ചരി, 4 കിലോ വെല്ലം, 1.5 കിലോ മൈദ. പിന്നെ നിങ്ങൾക്ക് ഏത് പഴ കൂട്ടാൻ ഇഷ്ടം വെച്ചാൽ നമ്മൾ അപ്പം അധികം നേന്ത്രപ്പഴ കൂട്ടൽ. പിന്നെ മൈസൂർ പഴം ഒന്നും എപ്പം അധികം അങ്ങനെ കിട്ടുന്നില്ല പീടിയെന്ന്. അപ്പം അതാണെങ്കിൽ ഒരു 1/2 കിലോ പോരെ അത് അടിച്ച് കൂട്ടുക. നേന്ത്രപ്പഴം ആണെങ്കിലും അങ്ങനെ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പിന്നെ ഏലക്കായി, ജീരകം. അപ്പം 500 കാരപ്പത്തിനാണെങ്കിൽ ഒരു 100 ഗ്രാം അവർ വേണ്ടി വരും അല്ലേ? 100 വേണ്ട, 50 മതി. നമുക്കത് ഒരു കൈ 2 വട്ടം അങ്ങനെ വാരിയിട്ട് മതി. ഇതിപ്പോൾ എത്ര ലെവലില്ലു 200. പിന്നെ ചുക്ക്, ഏലക്കായി, ജീരകം പൊടിച്ചിടുക. പിന്നെ തേങ്ങാക്കൊത്ത് അറിയാലോ. നമ്മ ഇങ്ങനെ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് നമ്മ ആക്കുമ്പോ തന്നെ കാണിച്ചു തന്നിട്ട് അങ്ങനെ കാണിക്കാനാ നമുക്കും ഇഷ്ടം. പിന്നെ നെയ്യിൽ ഇപ്പം തേങ്ങാക്കൊത്ത് വറുത്തിടുക. അത് 500-ത്തിനാക്കുകയാണെങ്കിൽ ഒരു വലിയ തേങ്ങ തന്നെ വറുക്കണം. തേങ്ങാക്കൊത്ത് വറുത്തിടണം. ഞാൻ ഉപ്പ്, ഒരു നുള്ളുപ്പ്, അത് മധുരത്തിന്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് നുള്ളുപ്പ് നമ്മ ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വെല്ലം പാവാക്കുമ്പോൾ തന്നെ ബേക്കിംഗ് സോഡ വേണമെന്നില്ല, നിർബന്ധമില്ല. നമ്മൾ കുറച്ച് കൂട്ടി വെച്ചിട്ടാണ് കുറച്ച് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചുടുന്നെങ്കിൽ ബേക്കിംഗ് സോഡയൊന്നും വേണ്ട. തന്നെ ആക്കുന്നുണ്ടെങ്കിൽ ലേശം പൊന്താൻ വേണ്ടിയിട്ട് ലേശം ഒരു നുള്ള് ബേക്കിംഗ് സോഡ. പിന്നെ വെല്ലം പാവാക്കുമ്പോൾ കുറച്ചൊരു മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയല്ലാന്ന് അപ്പത്തിൻ്റെ. പിന്നെ കാരയിൽ ഒഴിച്ചിട്ട് ചുടുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അത് പിന്നെ കാരയിൽ ഒഴിക്കുമ്പോൾ അതിൽ കുറച്ച് നെയ്യും ആ വെളിച്ചെണ്ണയെല്ലാം ആക്കിയാൽ നല്ല രസമുണ്ടാവും. വെളിച്ചെണ്ണയിൽ നമ്മൾ കുറച്ച് നെയ്യും ഊറ്റിക്കും. ഞാനൊരു 2 സ്പൂൺ നെയ്യ് അതിലിങ്ങനെ. അമ്മേന്റെ പത്തലിനും കാരപ്പത്തിനെല്ലാം നല്ല അഭിപ്രായമാണ് കേട്ടാ. നമ്മളിവിടെയെല്ലാം പരിപാടി ഉണ്ടാകുമ്പോൾ ഞാൻ അമ്മക്ക് ഓർഡറെല്ലാം പിടിച്ച് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് പത്തല് കടിക്കുമ്പോ പറയും സൂപ്പർ ടേസ്റ്റ് അല്ല, നമ്മ ഓർഡർ പിടിച്ചു തരാമെന്നെല്ലാം പറയല. എന്നാലും കേൾക്കുമ്പോ ഒരു സന്തോഷമാണ്. എന്നുവെച്ചാല് ഞാനും വിചാരിക്കുന്നു ഇപ്പൊ അങ്ങനത്തെ ഓർഡർ ഒരു ആഴ്ചക്ക് 2-3 ഓർഡർ 4 ഓർഡറെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ വാർപ്പിന്റെ പണിക്ക് പോവാണ്ട് നിൽക്കായിരുന്നു ഞാൻ പിന്നീട് കൊണ്ട് അച്ഛനോട് പറഞ്ഞു. എന്താ വെച്ചാൽ കാല് വേദന നല്ലോണം ഉണ്ട് ഇപ്പം. പിന്നെ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓർഡർ കിട്ടുന്നുണ്ടെങ്കിൽ പണി നിർത്തായിരുന്നു എന്നല്ല ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം ഞാനൊരു ഓർഡർ കിട്ടി. ഇപ്പം ഇന്നിപ്പം കാരയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട്. ഇപ്പം നാളെ ഉണ്ട് ചെറിയൊരു അങ്ങനെ കിട്ടിയാൽ മതി നമുക്ക്. അപ്പം നമുക്കിത് പൊടിച്ചെടുക്കാം.
അപ്പോൾ ഇന്ന് അമ്മക്ക് പണിയില്ലാത്ത ദിവസം നമ്മളെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പണിയുണ്ടായി അതിനിപ്പോ കാല് നല്ലോണം വേദനയാണ്. അതുപോലെ പിടിച്ചിട്ടെല്ലാം ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്കിത് പൊടിച്ചിട്ട് അതിലിട്ടിട്ട് നമുക്ക് 1 മണിയാകുമ്പോൾ ചൂടാൻ തുടങ്ങാം. സ്കൂളിലേക്കല്ലേ 3 മണിയാന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ കൊണ്ടുപോകണത്. ലോകം മുന്നേ പഠിച്ച സ്കൂളിലേക്കാണ് അടുത്തൊരു പരിപാടി ഉണ്ട്. കഞ്ഞി കുടിച്ചിട്ടാകുമ്പോൾ നമുക്കത് തുടങ്ങാം. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവലും ചുക്കും ഏലക്കായും ജീരകെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പഴവും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അപ്പുറത്തുനിന്നാണ് ചൂടുന്നത് കേട്ടാ അരപ്പം. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങാക്കൊത്ത് ഇതാ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് നെയ്യിലേക്ക് ഇട്ടെടുക്കാം. തേങ്ങാക്കൊത്തെല്ലാം നല്ല ചുവപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട്. അത് തണിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിനി കൂടുതലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗത്തിൽ വറുത്തെടുത്താൽ മതി കേട്ടോ തേങ്ങാക്കൊത്ത്. ഈ ഭാഗത്തിലാണ് വറുത്തത്. നല്ലോണം ചോക്കുമ്പോണ്ട തീരെ ആവാണ്ട് കുറച്ചും കൂടെ ആവുമല്ലോ. അത് നമ്മൾ കാരപ്പം ചുടുന്ന സമയത്ത് അത് എണ്ണയിലല്ലേ പൊരിഞ്ഞെടുക്കരുത്. അപ്പൊ കുറച്ചും കൂടി നല്ലോണം ഫ്രൈ ആവും. അപ്പൊ ഈ ഒരു മീഡിയം കളറിലായാൽ മതി തേങ്ങാക്കൊത്ത്. എണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കും. ഇതിനോട് ഒഴിക്കും. ഈ നെയ്യ് അപ്പം ഈ എള്ളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇളം ചൂടുണ്ട് ഈ നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. വെള്ളി നമ്മൾ കഴുകിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് എടുത്താന്നേ. ഞാൻ അടുപ്പ് നമ്മ ഉണങ്ങാൻ പറ്റില്ല. നമ്മ ആദ്യം ഇങ്ങനെ ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പം എള്ളിൽ കല്ലുണ്ട് തോന്നല അമ്മ. ചില എള്ളിലുണ്ടാവും. അപ്പോൾ എല്ലാം സൂക്ഷിച്ച് നോക്കിയിട്ടേ അമ്മ ചെയ്യലൂ കേട്ടാ. അതാണ് അമ്മേൻ്റെ കാരപ്പത്തിൻ്റെ രഹസ്യം, കൈപ്പുണ്യം. നിങ്ങളെ കറിയെല്ലാം ടേസ്റ്റ് ചെയ്യാൻ എല്ലാരും വരുന്നുണ്ട് പറഞ്ഞിന്. അമ്മേന്റെ കൈപ്പുണ്യം രുചിച്ചറിയാൻ വേണ്ടിട്ട്. സന്തോഷമില്ലോ അല്ല അമ്മ? നമുക്ക് എന്താ ഉണ്ടായി കൊടുക്കും. സന്തോഷമില്ല. അപ്പൊ ഇതാണ് അമ്മ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് കാരപ്പത്തിന്റെ ഉണ്ണിയപ്പത്തിന്റെ. അപ്പൊ അതൊരു ഇത് നമുക്ക് ഇതിൽ കൂട്ടി കൊടുക്കാം. അപ്പൊ ഒരു ഇതും കൂടെ പറയാൻ മറന്നുപോയി. പച്ചരി പേർക്കുമ്പോൾ 1 ഗ്ലാസ് പൂങ്ങലരിയും കൂടെ പിന്നെ ആ പച്ചരി ഒന്നിച്ച് ചേർക്കണം. എന്നുവെച്ചാൽ നല്ല പദം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പത്തിന് 500 ആക്കുന്നെങ്കിൽ 2 ഗ്ലാസ് വേണം. 1.5 ഗ്ലാസ് മതി. അതെ അല്ലേ. പുഴുങ്ങലരി അല്ലേ? പുഴുങ്ങലരി. അത് നല്ല സോഫ്റ്റ് കിട്ടും ഉണ്ണിയപ്പത്തിന്. അപ്പൊ നമുക്ക് പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം നമ്മ ചൂടാനാവുമ്പേ ചേർത്ത് കൊടുക്കാറില്ലു. ആദ്യം വെള്ളം മൈദയും കൂടെ കൂട്ടിയിട്ട് പച്ചരി പൊടിച്ചതും അരച്ചതല്ലേ, അരച്ചതിൽ വെള്ളം ചൂടോടെ തന്നെ കൂട്ടി. അപ്പം നമ്മളെ ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മ ചട്ടി ഒഴിവാക്കലേ ഇല്ല, എല്ലാത്തിലും അമ്മ ചട്ടി. വാങ്ങിയത് അതിന്റെ കുഞ്ഞു കുഞ്ഞു വാങ്ങണല്ലോ, ചെറിയ ചെറുത്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം സ്ഥലത്തെല്ലാം അങ്ങനത്തെ ഉണ്ട് വാങ്ങാൻ വേണ്ടിട്ട്. വാങ്ങണം എന്ന് വിചാരിക്കുമ്പോ അന്നേരം നമ്മൾ കഴിയുമ്പോൾ പൈസ ഉണ്ടാവില്ല. അപ്പൊ പൈസ ഉണ്ടാകുമ്പോ അങ്ങനത്തെ കാണില്ല. ഈ പരിവാന്ന് വേണ്ട കേട്ടോ കരപ്പത്തിന്റെ കൂട്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ഒന്നും വേണ്ട. അപ്പം എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല മണമെല്ലാം വരുന്നുണ്ട്. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ആഹാ, നല്ല രസമുണ്ട് ഇപ്പം കാണാൻ. ഇപ്പം കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ 500 കാരപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് 200 കാരപ്പത്തിൻ്റെ കൂട്ടാണ് കേട്ടോ. 200 കാരപ്പത്തിന് എത്രയാണെന്ന് നമ്മൾ പച്ചരി എടുത്ത് 2 കിലോ അല്ലേ? 2 കിലോ പച്ചരി. ഇത് 200-ൽ കൂടുതൽ ഉണ്ടാവും കേട്ടോ. അപ്പം കൂടുതലുണ്ടാവും. വീട്ടിലെടുത്തിട്ട് എനിക്ക് ബാക്കിയില്ല കൊടുക്കലുണ്ട്. കണക്കായിട്ട് പിള്ളേരുണ്ട്, നമുക്ക് കണക്കാക്കിയിട്ട് അങ്ങനെ ആക്കാനോ. എന്തായാലും ചുട്ടാൽ അവർക്കും കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മളെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. 2 പച്ചരിയും 1 കിലോ മൈദയാണ് ഇപ്പോൾ ഇതിൽ കൂട്ടിയിട്ടുള്ളത്. അപ്പം മൈദ അത്ര വേണ്ടാത്ത വെല്ലം എത്ര? കുറച്ച് കുറക്കാം. 2 കിലോ വെല്ലം. 2 കിലോ വെല്ലം. 2 കിലോ പച്ചരിക്ക് 2 കിലോ വെല്ലം തന്നെ കൂട്ടണം. എന്താ വെച്ചാൽ മൈദയും വരുന്നുണ്ടല്ലോ അതിൽ. എന്നിട്ട് അത് കൂട്ടിയിട്ട് ചിലപ്പോൾ മധുരം കുറവൊന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഴം അടിക്കുമ്പോൾ എല്ലാം പഞ്ചസാര ഇട്ട് അടിച്ചു കൊടുക്കാം. ചിലവർ പറഞ്ഞു മൈദ കൂട്ടില്ല എന്നെല്ലാം പറയുന്നേക്കാം. മൈദ കൂട്ടാണ്ട് പിന്നെ അത് അപ്പോൾ അത് ഉറപ്പാണ്ടാവില്ല. ഇവിടെ എല്ലാവരും മൈദ ഇല്ലാണ്ട് ഉണ്ണിയപ്പം ചൂടൂല. എന്താ വെച്ചാല് ഭയങ്കര ഉറപ്പായിരിക്കും മൈദ കൂട്ടിയിട്ടില്ലെങ്കിൽ അല്ലേ. കുറച്ചെങ്കിലും മൈദ ചേർക്കണം, എന്നാലേ നല്ലൊരു ടേസ്റ്റിൽ ഉണ്ടാവുള്ളൂ. പഠിക്കാം, നാളെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനാണ്. ചിലര് പിന്നെ ഗോതമ്പ് പൊടിയെല്ലാം കൂട്ടുന്നുണ്ട്. ഗോതമ്പ് പൊടി കൂട്ടായില്ല, മൈദ തന്നെ കൂട്ടും. അപ്പോൾ ചോറ് വെച്ചിട്ട് നമുക്കിത് ചൂടാൻ തുടങ്ങാം. നമ്മ ചോറ് കഴിക്കലായേ. അതെ, വേഗം ചോറ് കഴിക്കുന്നു. അതായത് ചൂടാൻ വേണ്ടിയിട്ട്. പിന്നെ കൈകുന്നേരം പിന്നെ ചുപ്പള ചൂടാനാവൂലല്ലോ. ചോറ് കഴിച്ചാട് വേഗം ചൂടാൻ തുടങ്ങണം. അതുകൊണ്ട് വേഗം ചോറ് കഴിക്കലായി. ഇതാ നല്ല അയിലക്കറി ഉണ്ട്. പിന്നെ പയറ് മെഴുക്ക് വരട്ടി ഉള്ളിയെല്ലാം ഇട്ടിട്ട് തേങ്ങയൊന്നും ഇടാണ്ടാക്കിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ നമ്മളെ സ്പെഷ്യല് മാങ്ങ ഇഞ്ചി അച്ചാറ്. കഴിയാനായി, നമുക്ക് എൻ്റെത് കഴിഞ്ഞു അമ്മ. അപ്പൊ ഒരു കുപ്പിയിൽ എനിക്ക് എന്തുണ്ടായി, അത് കഴിഞ്ഞു. മാങ്ങച്ചാറിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട്. അപ്പം അയില ഉള്ളിയും തക്കാളിയെല്ലാം അരച്ചിട്ടുണ്ടാക്കിയ അയിലക്കറിയാണ് കേട്ടോ, തേങ്ങയൊന്നും കൂട്ടാത്ത. ഇതിൻ്റെ റെസിപ്പി നമ്മൾ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പം നമ്മൾ ചോറ് വെച്ചിട്ട് വരെ. കാര അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു ഗ്ലാസ് കൊണ്ട് 7 കുഴിയിൽ ഒഴിച്ചു. ഒഴിച്ചതെല്ലാം പൊന്തി വരണേ. ഒഴിച്ചാടെല്ലാം പൊന്തിയിട്ട് ഒറ്റക്കന്നെ കമിയുന്നും ഉണ്ടാവും. അപ്പുറത്തെ സൈഡത്തെ അതാ കമിയുന്നുണ്ട്. ശരിയെന്ന് ആ കമിഞ്ഞു. ഇത് കമിഞ്ഞു കേട്ടാ ആ സൈഡിൻ്റെ. ഓരോന്നിങ്ങനെ വരും ചെറുതിന്. കാരപ്പല്ല ഏകദേശം ചുട്ട് കയ്യാറായിട്ടുണ്ട്. ഇല്ല അല്ലേ, ഇനിയുണ്ടത്ര 200 അധികം ഉണ്ടാവും അല്ലേ. 200 എണ്ണീട്ട് ഞാൻ വേഗം കൊണ്ടു കൊടുത്തിട്ട് വെക്കാമേ, 3 മണി ആവാനായി. അപ്പം കാരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ 2 എണ്ണം വേറെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെ. അപ്പോൾ അമ്മ ഇവിടെ വെച്ച മുന്നിൽ. അപ്പം നമ്മളെ വണ്ടീനെ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നാൾ സ്റ്റാർട്ടാകുന്നുണ്ടായിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരാശ്വാസമായി. അല്ലെങ്കിൽ ഏടെ എടുത്തിട്ട് പോകുമ്പോൾ കിക്കറിയോട്ടി ഭ്രാന്താവും. ബാറ്ററി എല്ലാം മാറ്റി സർവീസ് എല്ലാം ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. സീറ്റും പോയിട്ടുണ്ട്. അതിന് സീറ്റെല്ലാം നല്ല റെഡിയാക്കി എടുത്തു. കഴിഞ്ഞ ദിവസം ഞാനും അച്ഛനും പോയിട്ട്. പോട്ടാന്നല്ലേ കൊണ്ടു കൊടുത്തിട്ട് വരാം. ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം.
ഓ എനിക്ക് ചായ കൊടുത്തേ. ഉണ്ണിയപ്പം നമ്മളെ ചായ കുടിയെല്ലാം അതിൻ്റെ ഇടക്ക് നടന്നു കേട്ടാ. അതെ, വന്നിട്ടാകുമ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതി ലോകോലും സ്കൂളിട്ട് വന്നേ അതി വന്നിട്ടാകുമ്പം ഓനെ കാണാൻ കൂടി കിട്ടിയിട്ടേ വന്നാട് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയി. അല്ലെങ്കിൽ വന്നാട് കാരപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് തിന്നാണ്ട് നിൽക്കൂലേ. ഇന്ന് ഒറ്റ പോക്ക് വേഗം കളിക്കാൻ വേണ്ടിച്ച്. ലോക വന്നിട്ട് കാരപ്പലം തിന്ന് കുമ്പന്ന് ഉറച്ചു. ഇന്നെല്ലാരും ചോപ്പാന്നല്ല അമ്മ. ഞാനിപ്പോ കൊണ്ടു കൊടുക്കാൻ പോകുമ്പോ മാറ്റിയാന്ന് ഡ്രസ്സ്. അപ്പൊ നമ്മളെ കാരപ്പലം ചുട്ട് എല്ലാം കഴിഞ്ഞ് എല്ലാം കൊണ്ടു കൊടുത്തു. തിരിച്ചു വന്ന് നമ്മളെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. വൈകുന്നേരമായിട്ടുണ്ട്. പിന്നെ ഇനി വൈകുന്നേരത്തെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ടത്രേ, പണിയെല്ലാം ഉണ്ടത്രേ, കറിയെല്ലാം ഉണ്ടാക്കണം. അപ്പൊ നമ്മളെ വിശേഷങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. അമ്മ ഓരോന്ന് തീരുമ്പോ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ലേശം മത്തി ഇന്നലെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചാണ്. അത് മുറിച്ചിട്ട് ഇപ്പൊ രാത്രിക്കത്തെ കറി വെക്കാൻ വേണ്ടിട്ട് ഞാൻ മുറിച്ച് കഴുകിയിട്ട് ഇവിടെ തക്കാളിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ദിവസം മഞ്ഞളും പറഞ്ഞ ദിവസം കുരുമുളക് ഇട്ട് വറ്റിക്കാൻ വേണ്ടിട്ടാണ്. കുറച്ച് വറ്റിച്ചത് തരണം കേട്ടാ. പിന്നെ പയറുപ്പേരി ലേശം ഉണ്ട്. പിന്നെ ഇത് ഇന്ന് ലിജിയെ കഴുകി വെച്ചിന്. ഇത് തരണ്ടീന്ന് പറയാ, പറഞ്ഞാലും വിശ്വസിക്കുമെന്നറിയില്ല. ചിക്കൻ മുറിച്ച് വെച്ചാൽ എന്താ വെച്ചാൽ അനിയുടെ മീൻ മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇതാ ഒറ്റ ഒരു തരണ്ടി കിട്ടിയതാണ്. ചെറിയ കുഞ്ഞു തരണ്ടിയാണ്. അപ്പൊ അത് പൊരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ തോലെല്ലാം വലിച്ചിട്ട് മുറിച്ച് വെച്ചിന്. അതും കൂടി കുറച്ച് വറുത്തരച്ചിട്ട് കുറുങ്ങനെ വെച്ചാല് നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ നോക്കണ്ട് പൊരിക്കുക. അങ്ങനെ വെച്ചോ നല്ല രസല്ലേ അങ്ങനെ വെച്ചാല്. പിന്നെ ഞാൻ എന്നിട്ടാകുമ്പോ ഇത് കുറച്ചല്ലില്ലുപ്പാ തേങ്ങയെല്ലാം വറുത്തരച്ച് കളിക്കണ്ട വെച്ചിട്ട് ഞാൻ പരിപ്പ് ഓലോ എല്ലാം അല്ലെങ്കിൽ പരിപ്പ് കുത്തിക്കച്ച് കറിയോ എന്നാ അങ്ങനെ ആക്കിയിട്ട് ഇത് പൊരിക്കാന്ന് വിചാരിച്ചു. ഞാൻ താള് ഇപ്പൊ ചേമ്പ് കളച്ചിന്. പിന്നെ ഇതാ മെയിൻ സാധനം കാണിക്കാനാന്ന് വന്നിന്. അതാ അമ്മ ചേമ്പ് കളച്ചിട്ടുണ്ടേ, താളം കിഴങ്ങ്. അത് വട്ടത്തിൽ മുറിച്ചിട്ട് ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മ അതിന്റെ തോലെല്ലാം കളഞ്ഞിട്ടുണ്ട്. അതിപ്പോ രാത്രി അല്ലേ തിന്നു. അപ്പൊ നമുക്ക് ചോറിന്റെ ഒപ്പം കൂട്ടി തിന്നായി വെച്ചിട്ട് ഞാനിപ്പം ലേശം മഞ്ഞളും പിറകിയും കൂട്ടിയിട്ട് കടുവും പിറകിയും കരിയാമ്പലം വറുത്തിടാൻ വേണ്ടിയിട്ടാണ് അത് ആക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് നേരത്തെ ആക്കിയിട്ട് സീരിയലും കാണുമ്പോ തിന്നാന്നാ വിചാരിച്ചിനി. അപ്പൊ ഓരോ പണിയെടുത്തപ്പോ രാത്രിയായി. സീരിയലിന്റെ ആളാന്ന് കേട്ടാ, ഞാൻ കാണില്ല. കേരളത്തിലെ എല്ലാ സീരിയലും കുത്തിയിരുന്നിട്ട് കാണും. കാണുന്ന പരിപാടിയില്ല. അതെ, എല്ലാ സീരിയലും കാണുന്നതാണ്. അപ്പൊ ഇത് പേ ആക്കിയിട്ടാകുമ്പോ അതിന്റെ മുമ്പ് പോയി ഇരിക്കായി. പിന്നെ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ഇവിടെ ഉത്സവം ഉണ്ട്. വരുന്നില്ലേ പരിപാടിയാണ്? പരിപാടി കാണാൻ നോക്കട്ടെ. എനക്ക് പറ്റിച്ചത് തന്നെ മീൻ മത്തി. എനിക്ക് ഇഷ്ടമാണ് അമ്മേന്റെ മീൻ പറ്റിച്ചതും താളം കിഴങ്ങും. അപ്പൊ രാത്രിക്കൊന്നും ചോറൊന്നും കഴിക്കാനാവില്ലല്ലോ. എന്തേ താളം കിഴങ്ങെല്ലാം തിന്നിട്ട് അത് കുറച്ചേ ആക്കുന്നില്ലു. ചോറിന്റെ തിന്നാ എല്ലാവർക്കും കുറേശ്ശെ തിന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ തിന്നണം തോന്നുള്ളൂ നമുക്ക്. കുറച്ചാക്കിയിട്ട് ഞാൻ ഒരു മരട് കളച്ചിന്. അപ്പൊ 3 വലുതാട് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ മുറിച്ചിട്ടിന്. ഇന്നൊരു മരട് കളക്കുമ്പോൾ നമുക്ക് ഒരു വെക്കണ്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തേച്ച് ഞാൻ മുറിച്ചിട്ടാ കൊതുക് കടിച്ചിട്ട് അവിടെ നിന്നിട്ട് മുറിക്കാനും കഴിഞ്ഞില്ല. അത്രപ്പറം മുറിച്ചാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അടുപ്പത്ത് വെക്കാട്ടാ. അമ്മ താളം കിഴങ്ങ് നന്നായിട്ട് വെള്ളം പറ്റിയതാ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കടുവും കറിവേപ്പിലയും വറ്റൽമുളക് ഇടണം. വറ്റൽമുളക് ഇല്ല, കരിയാകുമ്പോ കടുവും വറുത്തിടാട്ട എണ്ണയില്. കുറച്ചല്ലോ ചായക്ക് രാത്രിക്കത്തേക്ക് കടിച്ച്. നമ്മ നേരത്തെ കാരപ്പലം കൂട്ടിയിട്ട് ചായ കുടിച്ചു. ഇതിന് വെറുതെ വൈകുന്നേരം ഒന്ന് കളിച്ചാണ് മീൻ കിട്ടിയതുകൊണ്ട്. അല്ല മീനുണ്ടായോണ്ട് മീനും പിന്നെ ഇതും ലേശം ചോറിലും നല്ല രസമാണ് തിന്നാൻ വേണ്ടിയിട്ട്. ഇതിനെ നമ്മനെ നട്ടുണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയായിരിക്കും. അപ്പൊ ഇതാ നല്ല കുരുമുളകെല്ലാം ഇട്ട് വരിച്ച മീൻ കറി ഉണ്ട് കേട്ടാ. എന്റെ പേരെ കഴിക്കാനായിട്ട് അടുപ്പം തന്നെ നമുക്ക് മീൻ പൊരിക്കാനും വെക്കാമേ.
ചേമ്പെല്ലാം കടുക് വറുത്ത് ഇട്ടിട്ടുണ്ട്. ഡിജിയുടെ അച്ഛനെ ദിവസം കൊടുക്കാം. നമുക്ക് മീൻ കൂട്ടിയിട്ട് തിന്നമ്മ. നമ്മ നേരത്തെ വൈൻഡപ്പെല്ലാം പറഞ്ഞാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തില് അമ്മ മീനും താളം കിഴങ്ങെല്ലാം ആക്കുമ്പോ അതും കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അല്ലമ്മ. അതെ. അപ്പൊ നമ്മ വേഗം കഴിക്കട്ടില്ല. എപ്പം കഴിച്ചിട്ട് കാണിച്ചിട്ട് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. നല്ല അമ്മന്റെ മീൻ വെട്ടിച്ചതും താളം കിഴങ്ങെല്ലാം കഴിക്കട്ടെ. പിന്നെ ബാക്കിയുടെ മീനെല്ലാം പൊരിക്കണത്രേ. അതെ. അപ്പൊ ഞാൻ കഷ്ണം എടുക്കട്ടെ. അത് കുളിച്ചു കഴിഞ്ഞു? കുളിച്ചു വാ. ഞാനും വേഗം പോയിട്ട് ഞാൻ കുളിച്ചിടുക. മാലയിട്ടു, തൊപ്പിട്ടു, വളയിട്ടു. വെറുതെ രസം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ അമ്മ വീട്ടിലുണ്ടായതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ്. കുക്കിംഗ് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഒന്ന് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.